കോണ്ടന്റ് ദാരിദ്ര്യം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. എന്ത് തേങ്ങയാണ് ഞാൻ പറയുന്നത്. മീ, മൈസെൽഫ് ആൻഡ് ഐ. എന്തിനാണ് ഇങ്ങനൊരു വീഡിയോ എന്ന് ചോദിച്ചാൽ, ഇറ്റ്സ് ബീൻ മോർ ദാൻ എ ഇയർ ഐ എം ഡൂയിങ് ഷോർട്സ് ആൻഡ് യൂട്യൂബ് വീഡിയോസ് ഇൻ ദിസ് ചാനൽ. പക്ഷെ ഞാൻ ഇതുവരെ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു വീഡിയോ എനിക്ക് തുടക്കത്തിൽ എനിക്ക് തോന്നി അങ്ങനെ ഒരു ആവശ്യമുണ്ടെന്ന് തോന്നിയില്ല. അപ്പോൾ വീഡിയോസിൽ കാണുന്ന പോലെ ഞാൻ UK-യിലാണ് കറൻ്റ്ലി ഉള്ളത്. നാട്ടിൽ ഞാൻ തൃശ്ശൂരാണ്. അച്ഛൻ, അമ്മ, ചേച്ചിയാണ് എനിക്കുള്ളത്. ഞാൻ നാട്ടിൽ പഠിച്ചത് BTech സിവിൽ എഞ്ചിനീയറിംഗ് ആണ്. ദെൻ ഐ വാസ് വർക്കിംഗ് ദർ മോർ ദാൻ 4 years. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. മാസ്റ്റേഴ്സ് ഇൻ കൺസ്ട്രക്ഷൻ പ്രൊജക്ട് മാനേജ്മെന്റ് ആണ് ഞാനിവിടെ പഠിച്ചത്. ഞാനിവിടെ NMC എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷനിൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റിലാണ് വർക്ക് ചെയ്യുന്നത്. സോ അത്രയൊക്കെയാണ് എന്നെ പറ്റിയുള്ള ബ്രീഫായിട്ട് പറയാനുള്ള കാര്യങ്ങൾ. ആൻഡ് കറൻ്റ്ലി ലുക്കിംഗ് ഫോർ ദാറ്റ് കറക്റ്റ് ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന 2 വാക്കാണ് അൺഫോർച്ചുനേറ്റ്ലി ആൻഡ് വി റിഗ്രറ്റ് എന്നീ 2 വാക്കുകൾ. അത് ഒരു ഇന്റർനാഷണൽ സ്റ്റുഡൻസിന് എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. കാരണം ഇവിടെ ജോലി നമ്മൾ പഠിച്ച ഫീൽഡിൽ ജോലി കിട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക്കാണ്. അത് നമുക്ക് നാട്ടിൽ നിന്ന് വരുമ്പോൾ അത്രയും നമുക്ക് അറിയില്ല. കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ള കാര്യം മാത്രമേ അറിയുള്ളൂ. പക്ഷെ നമ്മുടെ സ്കിൽ സെറ്റ് മാച്ച് ആവുന്നത് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ അതിൽ കുറേ കാര്യങ്ങളുണ്ട്. അത് ഒരു സെപ്പറേറ്റ് പാർട്ടാണ്. അതിനെപ്പറ്റി പറയുകയാണെങ്കിൽ, ജോലി തപ്പുന്നതിനെ പറ്റി പറയുകയാണെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ അതിന് വേണ്ടി വരും. ലെറ്റ് ഇറ്റ് ബി, അത് അവിടെ ഇരിക്കട്ടെ. ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ കാരണം, ഇപ്പോൾ ഓൾമോസ്റ്റ് അത് നോക്കുകയാണെങ്കിൽ ഞാൻ മോർ ദാൻ 4 months ആയിട്ട് വലിയ വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അതിനകത്ത്. ഞാൻ ഇൻസ്റ്റഗ്രാമിലാണ് പിന്നെയും ഷോർട്ട് ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാറുള്ളത്, റീൽസ് ആയിട്ട്. അത് തന്നെയാണ് യൂട്യൂബിനകത്ത് ഷോർട്സ് ആയിട്ട് ചെയ്യാറുള്ളത്. പക്ഷെ ഞാൻ ആദ്യം തുടങ്ങിയത് യൂട്യൂബിലാണ് വീഡിയോസ് ഇട്ട് തുടങ്ങിയത്. എൻ്റെ ഒരു മെമ്മറീസിന് വേണ്ടിയിട്ട് ഞാൻ തുടങ്ങിയതായിരുന്നു ഈ ഒരു എൻ്റെ എന്ന് പറയാൻ വേണ്ടിയിട്ട് ഒരു ചാനൽ. യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് കുറേ വർഷങ്ങൾക്ക് മുന്നുള്ള ഒരു ആഗ്രഹമായിരുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, എനിക്ക് എൻ്റെ എന്ന് പറയാനായിട്ടൊരു പ്ലാറ്റ്ഫോം വേണം, എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും കാണിക്കാനും ഒക്കെ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് വാസ് വെരി സൂൺ ആഫ്റ്റർ മൈ ഗ്രാജുവേഷൻ, ലൈക്ക് കോളേജ് കഴിഞ്ഞിട്ട്. പക്ഷെ അന്ന് എനിക്ക് എന്ത് കോണ്ടന്റ് ചെയ്യണം എന്ന് അറിഞ്ഞുകൂടാ. അപ്പം എനിക്കിങ്ങനെ ഒരു ഡാൻസ് വീഡിയോ ചെയ്തിട്ടു. ഡാൻസ് വീഡിയോ എന്ന് വെച്ചാൽ ഇങ്ങനെ ഹാൻഡ്സിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടുള്ള ഡാൻസുകളില്ലേ, അങ്ങനത്തെ, അതായത് ഒരു ഷാഡോയില് ഹാൻഡ്സ് കാണിച്ചിട്ടുള്ള ഒരു ഡാൻസ് വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഒരു അനക്കമില്ല. ഞാൻ ഒരാളോടും പറഞ്ഞില്ല, വീട്ടുകാരോട് പോലും പറഞ്ഞില്ല, അങ്ങനെ ഇട്ടു. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അനക്കമില്ല, അത് മനസ്സിലായി. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു മാസമൊക്കെ വെയിറ്റ് ചെയ്ത് എന്തിനും അനക്കം ഉണ്ടോന്ന്. പിന്നെ 1-2 വ്യൂസ് ഒക്കെ ഇങ്ങനെ കാണും. അപ്പം ഞാൻ ഓക്കെ. അത് കഴിഞ്ഞിട്ട് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അതായത് അന്നേരം എന്ന് പറഞ്ഞാൽ ഐ ഹാവ് നോ ക്ലൂ വാട്ട് കൈൻഡ് ഓഫ് കണ്ടന്റ് ഐ നീഡ് ടു അപ്ലോഡ് എന്നുള്ളത്. അതും കഴിഞ്ഞ് വെരി സൂൺ കോവിഡ് വന്നു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഈ സമയത്തായിരിക്കും നമ്മൾ എന്തായാലും കുറച്ച് വെറുതെ ഇരിക്കല്ലേ, ഇപ്പം എന്നാ കോണ്ടന്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം കുറേ നമുക്കറിയാം, ഒരുപാട് സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറയുന്ന ഒരുപാട് പേരും ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്ത ഒരു സമയമാണ് കോവിഡ് ലോക്ക്ഡൗൺ എന്ന് പറയുന്നത്. സോഷ്യൽ മീഡിയ എറ എന്ന് തന്നെ പറയുന്ന ഒരു കൈൻഡ് ഓഫ് ഇതിലേക്ക് നമ്മൾ മൊത്തത്തിൽ മാറിയത് അല്ലേ. അപ്പം ഞാനും അങ്ങനെ വിചാരിച്ചു അന്നേരം എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന്. പക്ഷെ അന്നും ഈ പറഞ്ഞ പോലെ കോണ്ടന്റ് ദാരിദ്ര്യം. ഞാൻ എന്ത് ചെയ്യണമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എനിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ഡാൻസ് കളിക്കാൻ ഇഷ്ടമാണ്, ആക്ട് ചെയ്യാൻ ഇഷ്ടമാണ്, എന്തെങ്കിലുമൊക്കെ എഴുതാനൊക്കെ ഇഷ്ടമാണ്, പോയിട്രി അങ്ങനെയൊക്കെ. ഇതാണ് എനിക്കറിയാതെ. അപ്പം ഞാൻ ഇതിനെ ഞാൻ എങ്ങനെ എൻ്റെ ചാനലിൽ കൂടെ കാണിക്കും. അത് എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു യൂട്യൂബ് ചാനലാണല്ലോ. അപ്പം അത് ഞാൻ എന്താ പറയാ, ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കുന്ന സ്റ്റാർസിനും ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്തിട്ട് എനിക്കതുപോലെ ചെയ്യാൻ എന്തായാലും പറ്റില്ല. അപ്പം ഞാൻ എൻ്റെ കൈൻഡ് ഓഫ് ഒരു വേല എങ്ങനെ ചെയ്യും എന്ന് ആലോചിക്കുമ്പോൾ വാസ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റാർട്ട്. സോ അങ്ങനെ ഞാൻ പിന്നെ അത് പെൻഡിങ് വെച്ചു. ഇത് എനിക്ക് പറഞ്ഞിട്ടുള്ളതാണെങ്കിൽ കുറച്ച് വൈകിയാലും ഞാനത് ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, ഇങ്ങനെ ഒരു സൈഡിൽ ഇരുന്നോട്ടെ, അല്ലെങ്കിൽ പൊക്കോട്ടെ, അത്രേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. പിന്നെ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഉറപ്പിച്ചു എനിക്ക് എന്തെങ്കിലും ചെയ്യണം. ഞാൻ വിചാരിച്ചു എന്തിനാ കുറെ വൈകിപ്പിക്കണേ, കാരണം എനിക്കിപ്പോൾ പറയാനായിട്ടൊരു 2 വർഷത്തെ UK ലൈഫ് ഉണ്ട്. അതിന് എന്ത് പഠിച്ചു, എന്ത് പഠിച്ചില്ല, എന്തൊക്കെ അബദ്ധം പറ്റി, എന്തൊക്കെ സ്കാമിൽ പെട്ടു, അങ്ങനെ പറയാനാണെങ്കിൽ ഒരു സീരീസ് ഉണ്ട് എനിക്ക് പറയാൻ വേണ്ടിയിട്ട്. എന്താ പറയുക, ഒരു നോവൽ എഴുതാനുള്ള കഥയുണ്ടെന്ന് പറയില്ലേ, അത്രയും കാര്യങ്ങളുണ്ട്. ചിലപ്പോൾ പറയുമ്പോൾ ബോറടിക്കുമായിരിക്കും. അപ്പം നിങ്ങൾ കമൻസിൽ പറഞ്ഞാൽ മതി ബോറടിക്കുന്നുണ്ടെന്ന്. പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എല്ലാവരും യൂട്യൂബ് ചാനൽ തുടങ്ങും, കുറേ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവരെയും അറിയിക്കും, എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ അതിൽ അനക്കമൊന്നും ഉണ്ടാവില്ല, അതവിടെ കിടക്കും. അങ്ങനെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ഞാൻ വെച്ചു ഓക്കെ, ഞാൻ അങ്ങനെ ആവില്ല. അതായത് ഞാൻ ഷോർട്സ് വീഡിയോ ഇട്ട് തുടങ്ങി.
എൻ്റെ കൂടെ താമസിക്കുന്നവർക്ക് പോലും അറിയില്ല ഞാൻ അങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെന്നും അങ്ങനെ ഒരു ചാനൽ എനിക്കുണ്ടെന്നും. അങ്ങനെയാണ് ഞാൻ തുടങ്ങിയത്. കാരണം എനിക്ക് ഞാൻ അത്യാവശ്യം സെൻസിറ്റീവ് ആണ്. പിന്നെ പെട്ടെന്നുള്ള കളിയാക്കൽ എനിക്ക് പറ്റില്ലായിരുന്നു. ഇപ്പൊക്കെ ഞാൻ ഭയങ്കര സ്ട്രോങ് ആണ് ആ കാര്യത്തിൽ. കാരണം നമ്മൾ മാറി. മേ ബി UK ലൈഫ് മാറ്റിയതാണോ എന്ന് അറിയില്ല, അല്ലെങ്കിൽ ഇതുവരെയുള്ളൊരു ജേർണി നമ്മളെ മാറ്റിയതാണോ എന്ന് അറിയില്ല. ഇപ്പൊക്കെ അങ്ങനെ എനിക്ക് അങ്ങനെ ഒന്നും തോന്നാറില്ല. കാരണം നമ്മളത് ഓവർകം ചെയ്യാൻ പഠിച്ചു. മറ്റത് അങ്ങനെയല്ല. നമ്മള് തുടങ്ങുന്ന സമയത്ത് തന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ അയ്യേ എന്നൊക്കെ തോന്നുന്ന ഒരു ടൈപ്പായിരുന്നു. ഇപ്പൊക്കെ അതൊക്കെ കുറെയൊക്കെ മാറി. കാരണം നമ്മൾ ലൈഫ് മനസ്സിലാക്കി, ആളുകളെ മനസ്സിലാക്കാൻ തുടങ്ങി. നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആളുകൾ പറയാനുള്ളത് പറയും. അതിപ്പം യൂട്യൂബെന്നോ വീഡിയോ ക്രിയേഷനോ ഇതൊന്നും അല്ലെങ്കിൽ പോലും, നമ്മളിതൊന്നും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇല്ലാത്ത ഒരാളാണെങ്കിൽ പോലും നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും ആളുകൾ പറയും. പക്ഷെ അടുത്ത ദിവസം ഇവരാരും നമ്മുടെ കാര്യം നോക്കൂല്ല. അതിപ്പോ ഞാൻ പല പല കാര്യത്തിൽ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ഒരു ജനറേഷനല്ലേ അത് മാറ്റിയെടുക്കേണ്ടത്, അല്ലെ? പിന്നെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒരു എന്താ പറയാ, ഒരു 5000 പേര് കണ്ടു, അല്ലെങ്കിൽ ഒരു 100 പേര് അതിന് കമന്റ് പറഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മൾ ആളുകളിലേക്ക് എത്തുന്നുണ്ട് എന്നല്ലേ. അപ്പൊ അങ്ങനെയല്ലേ നമ്മൾ സന്തോഷിക്കേണ്ടത്. അങ്ങനെ താല്പര്യമില്ലാത്തവർ അത് ചെയ്യണ്ട. അങ്ങനെ താല്പര്യമുള്ളവർ അത് ചെയ്യുന്നു, അത് അംഗീകരിച്ചാൽ പോരെ. ഞാൻ ഇൻസ്റ്റഗ്രാമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോസ് ഒക്കെ കുറച്ച് റീച്ചായി, ആളുകൾ കുറച്ചൊക്കെ ഒരു കമന്റ്സ് ഒക്കെ പറഞ്ഞ് ഒരു ഇന്ററാക്ഷൻ ഒക്കെ വന്നതിന് ശേഷമാണ് ഞാൻ എൻ്റെ കൂടെയുള്ളവരോടും എല്ലാവരോടും പറയുന്നത് ഞാൻ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇവിടെ വന്നപ്പോഴത്തേനും ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ UK നമ്മൾ എവിടെ നിന്നൊരു ഫോട്ടോ എടുത്താലും വീഡിയോ എടുത്താലൊക്കെ ഭയങ്കര ഭംഗിയാണ്. അത് എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കുറച്ച് പേരൊക്കെ ഇങ്ങനെ, എൻ്റെ ഫ്രണ്ട്സും കൊളീഗ്സൊക്കെ മെസ്സേജ് അയച്ചിട്ട് ഇങ്ങനെ, ഓ നീ ഭയങ്കര അടിപൊളിയായല്ലോ, അല്ലെങ്കിൽ എന്താ മേക്കപ്പ് ഇടാൻ പഠിച്ചോ, പിന്നെ ഓ നല്ല ഭംഗി വെച്ചു എന്നൊക്കെ പറയുന്ന കമന്റ്സ് എനിക്ക് വരാറുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു, നാട്ടിലുള്ളപ്പോ ഇങ്ങനെയൊന്നും ആരും പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, കാണാൻ വലിയ തിരക്കേടില്ല എന്ന് എനിക്കറിയാം, പക്ഷെ ഇങ്ങനെ സുന്ദരി, ഭയങ്കര ബ്യൂട്ടി എന്നൊക്കെ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇല്ലടി, ക്യാമറയുടെ ആയിരിക്കും. കാരണം ഇവിടെ എല്ലാ ഫോട്ടോ എടുത്താലും ഭയങ്കര ഭംഗിയാ എന്ന് ഞാൻ പറയാറുണ്ട്. ദാറ്റ് സെയിം ഫാക്ടർ ആണ് എന്നെ വീണ്ടും ചിന്തിപ്പിച്ചത്. അതെ, ഇവിടെ എന്തെടുത്താലും ഭംഗിയാണ്, ഇവിടുത്തെ എന്തെടുത്താലും ഒരു എന്റർടൈൻമെന്റോ എഡ്യൂക്കേഷനോ ആക്കിയിട്ട് നമുക്ക് മാറ്റാനും പറ്റും. കാരണം ബേസിക്കലി നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അത് ഒരാളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ എന്റർടൈൻ ചെയ്യാൻ പറ്റുന്നതായിരിക്കണം. ഇങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം ഒരാൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ മാത്രം എന്താണ് എൻ്റെ കയ്യിലുള്ളതെന്ന് ആലോചിക്കുമ്പോൾ ഇല്ല, അതിന് കുറച്ചും കൂടി ലൈഫ് എക്സ്പീരിയൻസ് വേണ്ടി വരും, അല്ലെങ്കിൽ നമ്മുടെ പ്രൊഫഷണൽ എക്സ്പീരിയൻസ് വേണ്ടി വരും. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. പിന്നെ എന്റർടൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഒരു പുതിയ സ്ഥലം കാണുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനോ ഇൻസിഡന്റോ ഒരാളോട് പറയുന്നതും ആളുകൾക്ക് ഇഷ്ടമാണ്, ആളുകൾ അത് കാണാനായിട്ട് ആഗ്രഹിക്കും. അപ്പൊ ഈ കാര്യമാണ് എല്ലാവരും ഹിറ്റ് ചെയ്യുന്നത്. കാരണം നമ്മുടെ നാട്ടില് ഈ എന്താ പറയാ, കല്ലെടുത്തെറിഞ്ഞ ഒരു ബിടെക്കാരന്റെ അല്ലെങ്കിൽ ഒരു ബംഗാളിയുടെ തലയിൽ വീഴും നമ്മൾ കളിയാക്കും, അല്ലെ? അതുപോലെ നോക്കുകയാണെങ്കിൽ ഇവിടെ UK ഒരു കല്ലെടുത്തെറിഞ്ഞാൽ ഇഷ്ടംപോലെ ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടായിരിക്കും. മലയാളീസ് ഇഷ്ടംപോലെ ഉണ്ട്, ഇന്ത്യൻസ് ഇഷ്ടംപോലെ ഉണ്ട്, അല്ലാതെ ഇഷ്ടംപോലെ എവറി കാറ്റഗറി. അതെനിക്ക് അറിയില്ല, അത് ആളുകളുടെ ചിന്താഗതി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. നമ്മുടെ നാട്ടില് ഇപ്പൊ കുറെയൊക്കെ മാറ്റം വന്നിട്ടുണ്ടായിരിക്കും, പക്ഷെ എന്നാലും ഒരാള് എന്താ ഒരു വീഡിയോ ക്രിയേഷൻ ചെയ്ത് നടക്കുന്നു, അല്ലെങ്കിൽ വീഡിയോ എടുത്ത് നടക്കുന്നു, അഭിനയിച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നത് ഇപ്പോഴും ഒരുപാട് അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് ഒരുപാട് ചേഞ്ചസ് പേഴ്സണലി വന്നിട്ടുണ്ട് UK ലൈഫിൽ കൂടെ. അതുപോലെ നമ്മുടെ എന്താ പറയാ, ചിന്തകളും കുറെ നമ്മൾ ലൈഫിനെ കാണുന്ന ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അതിനൊക്കെ ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അത് എല്ലാ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും അതിനൊരു മാറ്റം ഉണ്ടായിരിക്കും. അതിനും പുറമെ ഇവിടേക്ക് വരുമ്പോൾ കുറച്ചും കൂടി ലൈഫ് എങ്ങനെയാണ് എൻജോയ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് ചെയ്യാണ്ടിരിക്കേണ്ടത്, എന്തൊക്കെയാണ് ഇമ്പ്രൂവ് ചെയ്യേണ്ടത് എന്നൊക്കെ ഉള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കിട്ടും. പിന്നെ എൻ്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സും അടക്കം കുറെ പേര് ചോദിച്ച കാര്യമാണ് ഇതൊക്കെ എപ്പോൾ പഠിച്ചു എന്നുള്ളൊരു കാര്യം. ഇതൊന്നും ആരും പഠിപ്പിച്ചു തന്നതല്ല. വീഡിയോ ക്രിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞ് നമുക്കൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കും, അല്ലേ, എന്ത് ചെയ്യണമെന്നുള്ളത്. അപ്പൊ എന്ത് ആപ്പ് എടുക്കണം, അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എനിക്ക് അറിയില്ലായിരുന്നു. എല്ലാം ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൽ ഭയങ്കര ബേസിക് ആയിട്ടുള്ള കാര്യം മാത്രമേ എനിക്ക് ഇപ്പോഴും അറിയുള്ളൂ. തുടങ്ങിയപ്പോഴും എന്താ അറിയുന്നു അതന്നെ ഇപ്പോഴും എനിക്ക് അറിയുള്ളൂ. അതിലൊരു ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെന്റ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. ഇൻഷോട്ടും ക്യാപ്കട്ടാണ് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടുള്ളത്.
ഇപ്പോൾ തുടക്കത്തിലായിരുന്നു ഇൻഷോട്ടൊക്കെ ട്രൈ ചെയ്തത്. ഇപ്പോൾ ക്യാപ്കട്ട് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. അതിലും ബേസിക് ആയിട്ടുള്ള എന്ത് കാര്യം, ബേസിക് ആയിട്ട് എന്തെന്തൊക്കെ കാര്യം സോറി, അതിലും ബേസിക് ആയിട്ട് എന്ത് കാര്യം എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയുള്ളൂ. അത് മാത്രമാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. സോ ഒരു വീഡിയോ ക്രിയേഷൻ എന്തുകൊണ്ട് ചെയ്യുന്നു എന്നൊരാൾ ചോദിച്ചാൽ ഇറ്റ്സ് ജസ്റ്റ് ഫോർ മീ, എൻ്റെ ഹാപ്പിനെസ്, എൻ്റെ മെമ്മറീസ്, അതാണ് ഒരു ഉത്തരം എന്ന് പറയുന്നത്. കാരണം ഇപ്പൊ ഇവിടെ ആണെങ്കിലും ഒരു ഫ്രണ്ടിന്റെ ഒരു ബർത്ത്ഡേ എന്തെങ്കിലും സെലിബ്രേറ്റ് ചെയ്താൽ അതൊരു ഫോട്ടോയോ വീഡിയോയ്ക്ക് എടുത്തു കഴിഞ്ഞാൽ നാളെ അവർ പറയാണ്, ഓ നീ അങ്ങനെ ചെയ്ത കാരണം കൊണ്ട് എനിക്ക് ഇന്നതൊരു മെമ്മറിയാണ് എന്ന് കേൾക്കുമ്പോൾ അതിൽ പരം സന്തോഷിക്കാനോ അതിനേക്കാളും കൂടുതൽ ഒരു അവാർഡും എനിക്ക് കിട്ടാനില്ല അല്ലേ. അങ്ങനെയാണ് ഞാൻ ബേസിക്കലി സന്തോഷിക്കുന്നത്, അങ്ങനെയാണ് എനിക്കിഷ്ടം. അപ്പോൾ എൻ്റെ മെമ്മറീസിന് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. അത് ആളുകൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അവരത് പറയും, ഇഷ്ടമാവുന്നില്ലെങ്കിലും അത് പറയും. പിന്നെ ഗ്രോയിങ് സ്റ്റേജ് എന്ന് പോലും പറയാൻ പറ്റാത്ത ഒരു മൈക്രോ സ്റ്റേജിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷെ അതിൽ നിന്ന് ഞാൻ എന്ത് പഠിച്ചു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. എന്തുകൊണ്ട് വീഡിയോ ക്രിയേഷൻ ചെയ്യുന്നു എന്നൊക്കെ ചോദിക്കുന്നവർ ഒരുപാട് പേരുണ്ട്. അപ്പം ഞാൻ എന്നെ ഇൻഫ്ലുവൻസർ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്യണമല്ലേ. ഞാൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ കാരണം ഒരാൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ ഇതുവരെ എന്ന് ആലോചിച്ചാൽ എനിക്ക് തോന്നുന്നു ഇല്ല എന്നായിരിക്കും എൻ്റെ ഒരു മറുപടി. പക്ഷെ ഒരു വീഡിയോ ക്രിയേഷൻ, ഒരു സംഭവം ക്രിയേറ്റ് ചെയ്യുന്ന ആള് ക്രിയേറ്റർ ആണ് അല്ലേ. ആർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ആൾ ആർട്ടിസ്റ്റ് ആണ് അല്ലെ. ഒരു സോങ് ചെയ്യുന്ന ആള് സിംഗർ ആണ്. അതുപോലെ ഒരു ക്രിയേഷൻ നടത്തുന്ന ആള് ക്രിയേറ്റർ ആണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ ക്രിയേറ്റർ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, അങ്ങനത്തെ ഒരു കാറ്റഗറിയിലായിരിക്കും ഞാൻ പെടുന്നത്. അപ്പാർട്ട് ഫ്രം ദാറ്റ്, ഇവിടെ കോഴ്സും കഴിഞ്ഞ് 2 വർഷം PSWയിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരിക്കും, ഇവിടെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, ഇവിടെ നിന്ന് പോകേണ്ടി വരുമോ എന്നുള്ളത്. അത് എല്ലാവരെയും പോലെ എനിക്കും ഉണ്ട്. കാരണം ഒരു എംപ്ലോയർ വിസ കിട്ടുക എന്നുള്ളത് ഭയങ്കര ഡിഫിക്കൽട്ടായിട്ട് വരികയാണ്. ഡേ ബൈ ഡേ റൂൾസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ പറയുന്നുണ്ടായിരുന്നു ഇമിഗ്രൻസ് എന്തോ ഇത്ര പെർസെൻറ്റേജ് ഓഫ് ഇമിഗ്രൻസ് ഈ വർഷം ഇവിടെ നിന്ന് പോകുമെന്നാണ് കണക്ക് വരിക. അപ്പൊ നമ്മളിങ്ങനെ അയ്യോ അതെന്താ അങ്ങനെ പറയുന്നത് അങ്ങനെയൊക്കെ തോന്നും. അതുപോലെ അതിലും കുറെ ഫേക്ക് ന്യൂസസ് ഒക്കെ വരും. UK-യിലുള്ള ആളുകൾക്ക് പ്രിഫറൻസ് കൊടുത്തിട്ട് ഇമിഗ്രൻസിന് ജോലി കൊടുക്കുന്നത് ഇത്ര പെർസെൻറ്റേജ് ആക്കിയിട്ട് കുറയ്ക്കാൻ പോവാണെന്നൊക്കെ. അപ്പം ഇമിഗ്രൻസിനെ കട്ട് ഔട്ട് ചെയ്യുക എന്നുള്ളത് പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ച് ബുദ്ധിമുട്ടുകളുണ്ടാവുമല്ലോ. അങ്ങനെ മേ ബി അതായിരിക്കും. അതുകൊണ്ട് നമുക്ക് അറിയില്ല ഒരു അടുത്തൊരു എന്താ പറയാ ഒരു 2 വർഷം, ഇപ്പൊ എനിക്കിപ്പോ 2 വർഷമില്ല, അതിൽ നിന്നും ഒരു 3-4 മാസം കുറഞ്ഞു. അപ്പം അത്രയും നാൾ കഴിഞ്ഞാൽ നമ്മളോട് ഉണ്ടാവോ ഇല്ലയോ. പിന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരാള് അലൈവാണ് എന്ന് 4 പേരെ അറിയിക്കാനും ഈ വീഡിയോ ക്രിയേഷനിൽ കൂടെ പറ്റും. പിന്നെ നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയുമ്പം നമുക്കത് എല്ലാവരുടെ അടുത്ത് ഷെയർ ചെയ്യാം അല്ലേ. നിങ്ങൾ ഇത് ഇങ്ങനെ സംസാരിക്കുന്നത് ഭയങ്കര ബോറാണെങ്കിൽ താഴെ കമന്റ് ചെയ്യണം. അല്ല കുഴപ്പമില്ല എന്നാണെങ്കിൽ എനിക്ക് പറ്റിയിട്ടുള്ള കുറേ കഥകളും കുറേ കാര്യങ്ങളും എനിക്ക് പറയാനുണ്ട്. കാരണം 2 years and 2 months കഴിഞ്ഞു ഇവിടെ. അപ്പം ഒരുപാടുണ്ട് എനിക്ക് പറയാനായിട്ട്. അപ്പം അടുത്ത വീഡിയോയിൽ എൻ്റെ 2 വർഷത്തെ UK ലൈഫിനെ പറ്റി സംസാരിക്കാൻ ഞാൻ ഉറപ്പായിട്ടും വരുന്നതായിരിക്കും. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.